നമ്മൾ ഓരോ ചാപ്റ്ററിലെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് വരികയാണ്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വെക്റ്റർ ഓൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതും ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതുമായിട്ടുള്ള കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കീമിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന വൺ ഓഫ് ദ ചാപ്റ്റർ ആണ് വെക്റ്റർ ഓൾജിബ്ര. ആൻഡ് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി എളുപ്പമുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, A and B are two non-zero vectors if magnitude of A cross B is equal to magnitude of A dot B എന്നാണ് തന്നിട്ടുള്ളത്. A dot B ഒരു സ്കേലാർ ആണ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുത്തിട്ടില്ലെങ്കിലും വലിയ പ്രശ്നമില്ല. സോ ദെൻ ദ ആംഗിൾ ബിറ്റ്വീൻ A and B is equal to, നിങ്ങൾ A cross B സാധാരണ രീതിയിൽ എഴുതാറുള്ളത് ഓക്കെ, A cross B സാധാരണ രീതിയിൽ എഴുതാറുള്ളത് മാഗ്നിറ്റ്യൂഡ് ബി സൈൻ തീറ്റ എൻ ക്യാപ്പ് എന്നാണ്. അപ്പൊ സൈൻ തീറ്റ എൻ ക്യാപ്പ് ആൻഡ് ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, മാഗ്നിറ്റ്യൂഡ് കൊടുക്കുന്നു. ആൻഡ് എ ഡോട്ട് ബി നമ്മൾ എഴുതുക മാഗ്നിറ്റ്യൂഡ് ബി കോസ് തീറ്റ എന്നുള്ളതുമാണ്. ഇതിനും മാഗ്നിറ്റ്യൂഡ് കൊടുക്കുന്നു. ഓക്കെ, സെപ്പറേറ്റ് ആയിട്ട് മാഗ്നിറ്റ്യൂഡ് കൊടുക്കുന്ന സമയത്ത് എയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് എ തന്നെ, ബിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ബി തന്നെ, സൈൻ തീറ്റന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് സൈൻ തീറ്റ എന്ന് തന്നെ കൺസിഡർ ചെയ്യാം. എൻ ക്യാപ്പ് യൂണിറ്റ് വെക്ടർ ആണ്. യൂണിറ്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് 1 ആയി പോകും. എൻ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെക്ടറാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ 1 ആയി പോകുന്നത് കൊണ്ട് അത് എഴുതണമെന്നില്ല. അപ്പൊ ഇവിടുത്തെ സൈഡിൽ നമ്മൾ മാഗ്നിറ്റ്യൂഡ് ബി ആൻഡ് കോസ് തീറ്റ എന്ന് എടുക്കും. റെഡി? രണ്ട് സൈഡിലും സെയിം ആയിട്ടുള്ള സംഭവങ്ങൾ കണ്ടല്ലോ. ക്യാൻസൽ ചെയ്താൽ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ എന്ന് കിട്ടും. സൈൻ തീറ്റയും കോസ് തീറ്റയും സെയിം ആകുന്ന തീറ്റ വാല്യൂ എന്താ? ഈ തീറ്റ എന്ന് പറയുന്നത് എന്താ? ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി ആ അല്ലെ. എ ക്രോസ് ബി ആണെങ്കിലും എ ഡോട്ട് ബി ആണെങ്കിലും ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി ആണ് നിങ്ങളുടെ തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ആ സൈൻ തീറ്റയും കോസ് തീറ്റയും സെയിം ആകുന്ന തീറ്റ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എടുത്താലും മതി. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു, ഇവിടെ കോസ് തീറ്റ ഇങ്ങോട്ട് വരുമ്പോൾ ബൈ കോസ് തീറ്റ. നമ്മൾ 1 ഇൻറ്റു കോസ് തീറ്റ ഇങ്ങോട്ട് എടുത്താൽ ബൈ കോസ് തീറ്റ ഈക്വൽ ടു 1 കിട്ടും. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ അല്ലേ. അപ്പൊ ടാൻ തീറ്റ 1 ആകണമെങ്കിൽ തീറ്റ എത്ര ആയിരിക്കണം? π/4 ആയിരിക്കണം. സിമ്പിൾ കാര്യമാണ്. തീറ്റ π/4 ആകുന്ന കേസിലാണ് ഇത് സംഭവിക്കാം. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് π/4 ആണ്. ആൻഡ് തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി. അത് നമുക്ക് ഇവിടെ അറിയാവുന്നതാ. മാഗ്നിറ്റ്യൂഡ് ബി കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഈ തീറ്റ എന്റെ ബിന്റെ ഇടയിലുള്ള ആംഗിൾ. മാഗ്നിറ്റ്യൂഡ് ബി സൈൻ തീറ്റ എൻ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഈ തീറ്റ എന്റെ ബിന്റെ ഇടയിലുള്ള ആംഗിൾ. ഈസി ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം നോക്കാം. നെക്സ്റ്റ്, എ ബി ആൻഡ് എ സി ദെൻ ദ ഏരിയ ഓഫ് ട്രയാംഗിൾ എ ബി സി. അപ്പൊ നമുക്ക് എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാംഗിൾ ഉണ്ട്. ആ ട്രയാംഗിളിൽ എ ബി സി ആണ്. എ ബി സി. ഓക്കെ, നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. എ ബി എന്ന് പറയുന്ന വെക്ടറും നമുക്ക് തന്നിട്ടുണ്ട്, എ സി എന്ന് പറയുന്ന വെക്ടറും തന്നിട്ടുണ്ട്. എ ബി എന്ന് പറയുന്നത് i+2j - 2k ആണ്. എ സി എന്ന് പറയുന്നത് i-j+k ആണ്. ഓക്കെ, നോ പ്രോബ്ലം. ഇതിന്റെ ഏരിയ ഓഫ് ട്രയാംഗിൾ എ ബി സി. ഈ ഏരിയ ഓഫ് ട്രയാംഗിൾ എ ബി സി നിങ്ങൾക്ക് അറിയാം. ഏരിയ ഓഫ് ട്രയാംഗിൾ എ ബി സി, ഒരു ട്രയാംഗിളിന്റെ ഏരിയ കാണണമെങ്കിൽ അതിന്റെ രണ്ട് അഡ്ജസന്റ് സൈഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന വെക്ടർ തന്നാൽ അതിന്റെ ക്രോസ് പ്രൊഡക്റ്റിന്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു 1/2 ചെയ്താൽ മതി. അതായത് ഇവിടുത്തെ കേസിൽ എ ബിയും അതേപോലെ എ സിയും ക്രോസ് ചെയ്യുക, എന്നിട്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാം. നിങ്ങൾക്കറിയാം, ക്രോസ് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് വെക്ടേഴ്സിന്റെ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെക്ടർ കിട്ടും. അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണണം, എന്നിട്ട് 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഇവിടെ എ ബി ക്രോസ് എ സി ചെയ്യുന്നുണ്ട്. എ ബി ക്രോസ് എ സി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിറ്റർമിനന്റ് യൂസ് ചെയ്തുകൊണ്ടാണല്ലോ ചെയ്യുക. ഫസ്റ്റ് റോൾ i-j/k ചെയ്തു. രണ്ടാമത്തെ റോയിൽ എ ബിയുടെ സ്കേലാർ കമ്പോണൻസ്, ഇവിടെ എ ബി എന്ന് പറഞ്ഞ വെക്ടറിന്റെ സ്കേലാർ കമ്പോണൻസ് 1, 2, -2. അപ്പൊ അത് 1, 2, -2 എന്ന് എഴുതുക. എ സിയുടെ സ്കേലാർ കമ്പോണൻസ് 1, -1, 1. അപ്പൊ നിങ്ങൾക്ക് 1, -1, 1 എഴുതാം. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് i ക്യാപ്പ് ഇൻറ്റു റോ ക്യാൻസൽ, കോളം ക്യാൻസൽ, ഐക്ക് നേരെയുള്ള റോയും കോളം ക്യാൻസൽ ചെയ്യാം. 2 × 1 2 -1 × -2 അതും 2. അപ്പൊ 0 ആയി പോകും. -j ക്യാപ്പ് ഇൻറ്റു രണ്ടാമത്തതിന്റെ നേരെ മൈനസ് അല്ലേ, മുമ്പ് മൈനസ് അല്ലേ നമ്മൾ ഇടുക. -j ക്യാപ്പ് ഇൻറ്റു അതിന് നേരെയുള്ള റോയും കോളും ക്യാൻസൽ ചെയ്തു. 1 × 1 1 -1 × -2 -2 പ്ലസ് k ക്യാപ്പ് ഇൻറ്റു ഇതിന് നേരെയുള്ള റോയും കോളും ക്യാൻസൽ ചെയ്തു. അപ്പൊ 1 × -1 -1 -1 × 2 2. റെഡി? ഇത് 0 ആയി പോകും, എഴുതണ്ട. ഇത് 3 കിട്ടും. അപ്പൊ -3j എന്നാണ് ഇത് വരിക. ഇത് മൈനസ് ആയി പോകും അല്ലെ, -3 ആവും. അപ്പൊ -3 × k എന്ന് പറയുമ്പോൾ -3k. അപ്പൊ നമുക്ക് എ ബി ക്രോസ് എ സി കിട്ടി. സിമ്പിളാ. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എ ബി ക്രോസ് എ സിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്ന സമയത്ത് -3യുടെ സ്ക്വയർ പ്ലസ് -3യുടെ സ്ക്വയർ ആൻഡ് റൂട്ട് എടുത്താൽ പോരെ. അതിലുള്ള കമ്പോണൻസ് ഇല്ല, അതിന്റെ സ്കേലാർ കമ്പോണന്റ് ആയിട്ട് വരുന്നില്ല. അപ്പൊ 3 9
-3 സ്ക്വയർ 9, ഇത് 9, 9 + 9 √18 എന്ന് വേണമെങ്കിൽ എഴുതാം. √18. അപ്പൊ അതാ നോക്കിക്കോ, നമ്മുടെ ആൻസർ വരിക 1/2 ഇൻറ്റു AB ക്രോസ് AC എത്ര കിട്ടിയത്? √18. അപ്പൊ ഇങ്ങനെ എഴുതിയാൽ മതിയോ? കുറച്ചുകൂടി സിംപ്ലിഫൈ ആക്കിയിട്ട് എഴുതുന്നതല്ലേ നല്ലത്. ഈ √18 വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, √9 × 2 എന്ന് എഴുതിക്കൂടെ. 9ന്റെ റൂട്ട് 3 ആണ്. അപ്പൊ 3√2/2 എന്ന് എഴുതാം. ബുദ്ധിമുട്ടില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? മുകളിലും താഴെയും √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ ഓപ്ഷനിലുള്ള ആ ഒരു രീതിക്കില്ല എന്നുള്ളതാണ് പ്രശ്നം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈസിയാണ്, ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാം. √2 × √2 എന്ന് പറഞ്ഞാൽ 2 ആ. അപ്പൊ 3 × 2 താഴെ 2√2 വരും. അപ്പൊ നോക്ക്, ഈ 2 കട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഫൈനൽ ആൻസർ വിൽ ബി 3/√2. അപ്പൊ ഇതാണ് ഓപ്ഷൻ. നമുക്ക് ഇവിടെ തന്നെ ആക്ച്വലി വേണം നിർത്താം √18/2, പക്ഷെ ഓപ്ഷനിൽ അതില്ലല്ലോ. അപ്പൊ ഓപ്ഷനിൽ വരുന്ന രീതിയിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ് ഈസി. അടുത്ത ചോദ്യം നോക്കാം. A = B = C = 3 points in space. 3 dimensional സ്പേസിലുള്ള 3 പോയിന്റ്സ് തന്നു. Then projection of AB on AC. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം? ഒരു വെക്റ്റർ വേറൊരു വെക്റ്ററിൽ ഉണ്ടാക്കുന്ന പ്രൊജക്ഷൻ കണ്ടെത്തണമെങ്കിൽ നമുക്ക് പ്രൊജക്ഷൻ ഓഫ് AB എന്ന് പറയുന്ന വെക്റ്ററിന്റെ പ്രൊജക്ഷൻ ഓൺ എവിടെ? AC എന്ന് പറയുന്ന വെക്റ്ററിൽ. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യാം? ഒരു വെക്റ്റർ വേറൊരു വെക്റ്ററിൽ ഉണ്ടാക്കുന്ന പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ആ രണ്ട് വെക്റ്ററുകളും തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്റ്റ്. അപ്പൊ AB.AC ഡിവൈഡഡ് ബൈ ഏത് വെക്റ്ററിലാണോ പ്രൊജക്ഷൻ ഉണ്ടാക്കുന്നത് അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് AC. അപ്പൊ AB AC കണ്ടെത്തണം. എങ്ങനെ AB AC കണ്ടെത്താം? എടാ, 2 പോയിന്റ്സ് തന്നാൽ എയും ബിയും കണക്ട് ചെയ്യുന്ന വെക്റ്റർ അല്ലേ AB. AB ചോദിച്ചാൽ ബിയിൽ നിന്ന് A മൈനസ് ചെയ്യണം. ഓക്കെ, ബിയിലെ പോയിന്റ്സിൽ നിന്ന് A മൈനസ് ചെയ്താൽ മതി. അപ്പൊ 1 x കോർഡിനേറ്റ് ഇവിടെ 1, ഇവിടെ 0. അപ്പൊ 1 - 0 1 ആ വരിക. അതെങ്ങനെ എഴുതിയാൽ മതി? 1 - 0 I പ്ലസ് ഇവിടെ 1 ഇവിടെ 3, 1 - 3 J പ്ലസ് ആൻഡ് 1 - -3K. അപ്പൊ നമ്മൾ ഒന്നുകൂടി ഭംഗിയായിട്ട് എഴുതുമ്പോൾ I ക്യാപ് ഇവിടെ -2 വരും, -2J ഇവിടെ 4 ആകും, പ്ലസ് 4K. റെഡി? ഇനി AC വേണം. AC എഴുതുന്ന സമയത്തെ സിയിൽ നിന്ന് A മൈനസ് ചെയ്യണം. അപ്പൊ 2 - 0 2, അപ്പൊ 2I 0 - 3 എന്ന് പറയുമ്പോൾ -3, അപ്പൊ -3J ആൻഡ് 3 - -3 3 + 3 ഇപ്പൊ 6 ആണ്, അതായത് +6. റെഡി? ഇതാ നിങ്ങൾ നോക്ക്, AB.AC എഴുതുന്ന സമയത്ത് ABയും കിട്ടി ACയും കിട്ടി. എങ്ങനെയാ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യാറുണ്ടായിരുന്നത്? സ്കേലാർ കമ്പോണൻസുകൾ മൾട്ടിപ്ലൈ ചെയ്യല്ലേ, അതിന്റെ കൂടെ 1 ഇവിടെ 2, അപ്പൊ 1 × 2 2 പ്ലസ് ആൻഡ് ഇവിടെ -2 ഇവിടെ -3, അപ്പൊ -2 × -3 6 പ്ലസ് 4 × 6 ഡിവൈഡഡ് ബൈ AC-യുടെ മാഗ്നിറ്റ്യൂഡ്. AC ഇതല്ലേ, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുന്ന സമയത്ത് 2² പ്ലസ് -3² പ്ലസ് 6² എന്ന് വരും. സോ യു ക്യാൻ ആൻസർ ദിസ്. ഇത് വരിക 2 + 6. 2 + 6 എന്ന് പറയുമ്പോൾ 8, 8 + 24 നമുക്ക് മുകളിൽ 32 എന്ന് കിട്ടും. 32 ഓക്കെ ആണ്. ഡിവൈഡഡ് ബൈ ഇത് 4, ഇത് 9, 4 9 13, 13 36, 49, 49ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 7. സോ ആൻസർ വിൽ ബി 32/7. 32/7 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്കുണ്ട്. അപ്പോൾ AB BCയിൽ ഉണ്ടാക്കുന്ന പ്രൊജക്ഷൻ കിട്ടി. അതിന് ആദ്യം AB എന്ന് പറയുന്ന വെക്ടർ കണ്ടെത്തണം, പിന്നെ AC എന്ന് പറയുന്ന വെക്ടർ കണ്ടെത്തണം. എന്നിട്ട് മാത്രമേ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റൂ. ഓക്കെ, റെഡി? ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇഫ് എ വെക്ടർ മേക്സ് ആംഗിൾ π/3 π/4 ആൻഡ് ഗാമ വിത്ത് I ക്യാപ് J ക്യാപ് ആൻഡ് K ക്യാപ്. അതായത് എക്സ് ആക്സിസിന്റെ നമുക്ക് ഒരു വെക്ടർ എക്സ് ആക്സിസുമായിട്ടും Y ആക്സിസുമായിട്ടും Z ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണിത്. I ക്യാപ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിറ്റ് വെക്ടർ അലോങ് X, J ക്യാപ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെക്ടർ അലോങ് Y, K ക്യാപ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെക്ടർ അലോങ് Z. അങ്ങനെയാണെങ്കിൽ റെസ്പെക്റ്റീവ്ലി ദെൻ ആംഗിൾ ആൽഫ ഈസ്. എടാ, സിമ്പിൾ കാര്യം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇങ്ങനെ നമ്മൾ വരച്ചിട്ടുണ്ടെങ്കിൽ ആൽഫ ഇത്, ബീറ്റ ഇത്, ഗാമ ഇത്. ആൽഫ ബീറ്റ ഗാമ തന്നിട്ടുണ്ടെങ്കിൽ കോസ് ആൽഫ കോസ് ബീറ്റ കോസ് ഗാമ, ഈ L എന്ന് പറഞ്ഞാൽ കോസ് ആൽഫ, ഡയറക്ഷൻ കൊസൈൻസ് ഇട്ടോ കോസ് ആൽഫ, M എന്ന് പറഞ്ഞാൽ കോസ് ബീറ്റ, N എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ് ഗാമ. ഓക്കെ ആണ്. L² + M² + N² = 1 എന്നറിയാലോ. അപ്പൊ ഇതാണ് ഗിവൺ വെക്ടർ. ആ ഗിവൺ വെക്ടർ എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ആൽഫ. അപ്പൊ നിങ്ങൾ ഇവിടെ I ക്യാപ്പുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്നായിരിക്കും കണ്ടിട്ടുണ്ടാവുക. I ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ? യൂണിറ്റ് വെക്ടർ അലോങ് എക്സ് ആക്സിസ്. J ക്യാപ്പ് എന്താ? യൂണിറ്റ് വെക്ടർ അലോങ് Y ആക്സിസ്. K ക്യാപ്പ് എന്താ? യൂണിറ്റ് വെക്ടർ അലോങ് Z ആക്സിസ്. ഓക്കെ ആണ്. ദെൻ അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാം. L² L എന്ന് പറഞ്ഞാൽ കോസ് ആൽഫ, അപ്പൊ cos² α² പ്ലസ്
കോസ് സ്ക്വയർ ബീറ്റ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ ഗാമ സ്ക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ 1 കിട്ടുക. ആൽഫയും ബീറ്റയും ആൽഫയും ബീറ്റയും ഇവിടെ തന്നിട്ടുണ്ട്. ആൽഫ എന്ന് പറഞ്ഞാൽ π/3. അപ്പൊ കോസ് π/3 സ്ക്വയർ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ π/4. അപ്പൊ കോസ് π/4 സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ ഗാമ വിച്ച് ഈസ് ഈക്വൽ ടു 1. ഓക്കെ ആണ്. കോസ് π/3 എന്ന് പറഞ്ഞാൽ കോസ് 60. കോസ് 60യുടെ വാല്യൂ 1/2 അല്ലേ. അപ്പൊ 1/2 സ്ക്വയർ എടുത്താൽ 1/4 കിട്ടും. പ്ലസ് കോസ് π/4 1/√2. അപ്പൊ അതിന്റെ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ ഗാമ വിച്ച് ഈസ് ഈക്വൽ ടു 1. അതായത് 1/4 പ്ലസ് 1/2 പ്ലസ് കോസ് സ്ക്വയർ ഗാമയാണ് 1 എന്ന് പറയുന്നത്. ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേണ്ട. 1/4 എന്ന് പറഞ്ഞാൽ ക്വാർട്ടർ അല്ലേ. 1/4 1/2 എന്ന് പറഞ്ഞാൽ ഹാഫും ക്വാർട്ടറും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 3/4 ആ കിട്ടുക. ആക്ച്വലി ഇത് സിംപ്ലിഫൈ ചെയ്താൽ 3/4 കിട്ടും. 2 + 4 6/8 എന്ന് പറയുമ്പോൾ 3/4 കിട്ടും. ഇത് ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണെ. കോസ് സ്ക്വയർ ആൽഫ എന്ന് പറയുമ്പോൾ 1 - 3/4 എന്ന് വരും. ഈ 3/4 എങ്ങനെ വന്നു എന്നുള്ള ഡൗട്ട് വരരുത്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 3/4 ആണ് കിട്ടുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കോസ് സ്ക്വയർ ആൽഫ വിച്ച് ഈസ് ഈക്വൽ ടു 1. സോ ഇവിടുന്ന് തന്നെ നമുക്ക് എഴുതാം കോസ് സ്ക്വയർ ആൽഫ ഈസ് ഈക്വൽ ടു 1 - 3/4. 1 - 3/4 എന്ന് പറഞ്ഞാൽ 1/4 അല്ലേ. അപ്പൊ ഇതാണ് കോസ് സ്ക്വയർ ആൽഫ. അപ്പൊ കോസ് ആൽഫ എന്തായിരിക്കും? കോസ് ആൽഫ എന്ന് പറഞ്ഞാൽ സ്ക്വയറിനുള്ള ഇതിന്റെ റൂട്ട് എടുത്താൽ പോരെ. 1/4ന്റെ റൂട്ട് എടുക്കുമ്പോൾ 1/2 കിട്ടും അല്ലെ. 1ന്റേത് 1, 4ന്റേത് 2. പ്ലസ് ഓർ മൈനസ് ആണ് വരിക ആക്ച്വലി. പക്ഷെ നമുക്കൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ട് ശ്രദ്ധിച്ചു. ഗാമ കേട്ടോ. ഗാമ ബിലോങ്സ് ടു ഗാമയാണ് കോസ് ഗാമ. ഗാമ ബിലോങ്സ് ടു π/2 ടു π. ഗാമ π/2ന്റെയും പൈന്റെ ഇടയിലാ. π/2ന്റെയും പൈന്റെ ഇടയിലാണെങ്കിൽ ഇത് സെക്കൻഡ് ക്വാഡ്രന്റാ. സെക്കൻഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ അപ്പൊ കോസ് ഗാമ എന്തായിരിക്കും എന്നറിയോ? നെഗറ്റീവ് ആയിരിക്കും. കോസ് ഗാമ നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് കോസ് ഗാമ ഈസ് ഈക്വൽ ടു -1/2. സാധാരണ രീതിയിൽ നമ്മൾ 1/2 എഴുതി നിർത്തും, ചെയ്യരുത്. ഇത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. അതായത് ഗാമ ബിലോങ്സ് ടു π/2 ടു π. π/2 ടു π എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ക്വാഡ്രന്റിലുള്ള ഒരു ആംഗിൾ ഗാമ. ആ ഗാമയുടെ കോസ് വാല്യൂ എന്ന് പറഞ്ഞാൽ നെഗറ്റീവാ. അപ്പൊ കോസ് ഗാമ -1/2. അപ്പൊ നിങ്ങൾ ഗാമ എങ്ങനെ എഴുതുക? ഗാമ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് -1/2. കോസ് ഇൻവേഴ്സ് -x ആണ് നമുക്കറിയാം. ആൻസർ വിൽ ബി π മൈനസ് കോസ് ഇൻവേഴ്സ് x. അപ്പൊ π മൈനസ് കോസ് ഇൻവേഴ്സ് 1/2. അതായത് π മൈനസ് കോസ് ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞാൽ കോസിന്റെ വാല്യൂ 1/2 ആകുന്നത് 60 എന്ന് പറഞ്ഞാൽ π/3. അപ്പൊ π മൈനസ് π/3 വരും. അതായത് 3π - π 2π ഡിവൈഡഡ് ബൈ 3. ഇതാണ് ആൻസർ വരിക. അപ്പൊ 2π/3 ആയിരിക്കും നിങ്ങളുടെ ആൻസർ. ഓപ്ഷൻ ഇ ഇസ് ദ റൈറ്റ് വൺ. ഗോട്ട് ഇറ്റ്? ഐഡിയ കിട്ടിയല്ലോ. അപ്പോൾ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള 4 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഡിസ്കസ് ചെയ്തത്. കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് പഠിക്കുക, ഈസിയാണ്. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനിയും ഇതുപോലുള്ളതുണ്ട്. നമ്മളെ കീം ക്രാഷിൽ ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ വെറൈറ്റി ആയിട്ടുള്ള വെക്ടേഴ്സിലൊക്കെ വളരെ കിടലനായുള്ള ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ താഴെ സ്ക്രോളിൽ കൂടെ പോകുന്ന നമ്പറിൽ കണക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ കാണാം.